ഹിന്ദുമതത്തെക്കുറിച്ച് മഹാത്മാഗാന്ധി ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗം നടത്തിയത് ചേർത്തലയിലാണ്. 1937 ജനുവരി 18. ക്ഷേത്രപ്രവേശനം വിളംബരത്തിന് ശേഷം ചേർത്തല SNDP യൂണിയനാണ് സമ്മേളനത്തിന്റെ സംഘാടകർ. ആ സംഭവം നടന്നിട്ട് 88 വർഷം പിന്നിട്ടു. ഹിന്ദുമതത്തെക്കുറിച്ച് ഗാന്ധിജി ഒട്ടേറെ പ്രസംഗിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുമുണ്ട്. അതിൽ ഏറ്റവും ദീർഘമായത് ചേർത്തല കാർത്യായനി ദേവീക്ഷേത്ര മൈതാനത്ത് നടത്തിയ പ്രസംഗമായിരിക്കണം. 1937 ജനുവരി 18 മഹാത്മാഗാന്ധി ചേർത്തല ദേവീക്ഷേത്ര മൈതാനിയിൽ പ്രസംഗിച്ചത്. അദ്ദേഹത്തിന്റെ പ്രസംഗം മണിക്കൂറുകൾ നീണ്ടുനിന്നു. ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി മഹാദേവ് ദേശായി എഴുതിയ എപ്പിക് ഓഫ് ട്രാവൻകൂർ എന്ന ഗ്രന്ഥത്തിലെ 6ഓളം പേജുകളിൽ ആ പ്രസംഗം നീണ്ടു പരന്നു കിടക്കുന്നു. 1979 കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയ പ്രൊഫസർ രാമേന്ദ്രൻ നായരുടെ ഗാന്ധിജിയും കേരളവും എന്ന പുസ്തകത്തിലും പ്രസംഗത്തിന്റെ മലയാളം പരിഭാഷയുണ്ട്. ക്ഷേത്രപ്രവേശന വിളംബര ഉത്തരവിറക്കിയ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാളിനെ അഭിനന്ദിക്കാൻ SNDP ചേർത്തല താലൂക്ക് യൂണിയൻ സംഘടിപ്പിച്ച യോഗത്തിൽ 10,000-കണക്കിന് ജനങ്ങളാണ് തടിച്ചുകൂടിയത്. ദേശായിക്ക് പുറമെ സഹോദരപുത്രൻ കനുഗാന്ധി, ശിഷ്യയും പാട്യാല രാജകുടുംബാംഗവുമായ രാജ്കുമാരി അമൃത് കൗർ, അഡ്വക്കേറ്റ് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, ഡോക്ടർ G. രാമേന്ദ്രൻ എന്നിവരും പത്രപ്രതികളും ഗാന്ധിജിയെ അനുഗമിച്ചു. സാധാരണ രീതി വിട്ട് മന്ത്രങ്ങളുടെ വിവരണം, വേദങ്ങൾ, ഇതിഹാസങ്ങൾ തുടങ്ങിയവയിലൂടെ ആ വാഗ്ധോരണി പ്രവഹിച്ചു. ഉപനിഷത്തുകളെ പറ്റിയായിരുന്നു ഏറ്റവും കൂടുതൽ വിവരിച്ചത്. ക്ഷേത്രമൈതാനമാകെ മന്ത്രധ്വനികൾ അലയടിപ്പിച്ച പ്രസംഗത്തിനിടയിൽ ജാതി വ്യവസ്ഥയുടെ നിരർത്ഥകത അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞു. ദൗർഭാഗ്യവശാൽ ആ പുണ്യാത്മാവിന്റെ പാദസ്പർശമേറ്റ മണ്ണാണ് ക്ഷേത്രമൈതാനമെന്ന കാര്യം ചേർത്തലക്കാർക്ക് പോലും പലർക്കും അറിയില്ല. എന്നാൽ വയലാർ രാമവർമ്മ തൻ്റെ പുരുഷാന്തരങ്ങൾ എന്ന പുസ്തകത്തിൽ അക്കാര്യം വിവരിക്കുന്നുണ്ട്. തൻ്റെ നാട്ടിൽ വന്നപ്പോൾ ആ ശരീരത്തിൽ ഒന്ന് തൊടാൻ വെമ്പിയതും തൊട്ടതും കണ്ടതും എല്ലാം വൈകാരികമായാണ് വയലാർ വിവരിക്കുന്നത്. അന്ന് അദ്ദേഹത്തിന് പ്രായം 9 വയസ്സ്. മഹാത്മാഗാന്ധി ചേർത്തല ദേവീക്ഷേത്ര മൈതാനിയിൽ പ്രസംഗിച്ചതിൻ്റെ ഓർമ്മ പുതുക്കാൻ ആരും ഇതേവരെ തയ്യാറായിട്ടില്ല എന്നതും യാഥാർത്ഥ്യമാണ്. ഇന്ന് ആ പ്രസംഗം കഴിഞ്ഞിട്ട് 88 വർഷം തികയുന്നു.